എന്താണ് ഈ ചാരിറ്റി എന്നും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചാരിറ്റി നടത്തുന്നതെന്നും ഈ ചാരിറ്റി നടത്തുന്നതിന് പിന്നിലുള്ള ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്താണെന്നും നിങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക. മാതാപിതാക്കളെ നോക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരുന്നു മക്കളിൽ നിന്ന് ഇവർ മാസാമാസം പ്രതിമാസം പണം കൈപ്പറ്റുന്നുണ്ട്. മക്കളും ആരും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ സ്വത്തുവകകളുണ്ടെങ്കിൽ ഇവരുടെ സ്വത്ത് എഴുതി വാങ്ങിക്കും. അത് അവർ ഒന്നുകിൽ എഴുതി വാങ്ങിച്ച് അവർ മരണശേഷമായിരിക്കും അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാക്കുന്നത്. സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് ഡെഡ് ബോഡികൾ ആവശ്യമുണ്ടല്ലോ പഠനത്തിന് വേണ്ടി, പഠിക്കാൻ വേണ്ടി. അപ്പോൾ 12 മുതൽ 15 വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ഡെഡ് ബോഡി അത്യാവശ്യമാണ്. 130 ഡെഡ് ബോഡി ഒരു വർഷത്തേക്ക് ഒരു മെഡിക്കൽ കോളേജ് വേണം, ഒരു മെഡിക്കൽ കോളേജ് പഠിക്കാൻ വേണ്ടി. ഞാൻ സർക്കാരിലൊരു ഒരാശം വെച്ചു, ഈ 10 വർഷക്കാലമായിട്ട് എത്ര ഡെഡ് ബോഡികൾ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് കൈമാറി. അപ്പോൾ എനിക്ക് 3-4 മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന കണക്ക് എനിക്ക് നോക്കുമ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. 108 മൃതദേഹങ്ങൾ മാത്രമേ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്തിട്ടുള്ളൂ. 108 കൊടുത്തിട്ട് 10 വർഷമായിട്ട്. 10 വർഷം. ബാക്കി ഇപ്പോൾ എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മൾക്ക് അന്വേഷിക്കാൻ സ്ഥലമില്ല. നമ്മുടെ ഇപ്പോൾ പുനലൂർ സോമരാജൻ സാർ നടത്തുന്ന ഗാന്ധി ഭവനിൽ അവിടെ 10 വർഷമായിട്ട് എത്ര പേര് മരണപ്പെട്ടു എന്ന് ഞാൻ പഞ്ചായത്തിനോട് ചോദിച്ചു. അപ്പോൾ 1349 പേര് 1394 പേര് മരണപ്പെട്ടതായിട്ട് രേഖ കിട്ടി. അപ്പോൾ ആ മൃതദേഹങ്ങൾ ബന്ധുക്കളുള്ളതും കാണും, ഇല്ലാത്തതും കാണും. അത് ആതുരാലയമാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അതിനടുത്തുള്ള പൊതുശ്മശാനം എന്ന് പറഞ്ഞാൽ പുനലൂർ പൊതുശ്മശാനം, അവിടെ വിവരാശം വെച്ചപ്പോൾ 107 മൃതദേഹങ്ങൾ മാത്രമേ 10 വർഷത്തിനുള്ളിൽ അവിടെ അടക്കം ചെയ്തിട്ടുള്ളൂ. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് സാമൂഹ്യനീതി ഓഫീസിൽ വരാൻ ശ്രമിച്ചപ്പോൾ അവിടെ അതിൻ്റെ രേഖകളില്ല. അപ്പോൾ എനിക്ക് സംശയമായി. അപ്പോൾ ഈ ഡെഡ് ബോഡികൾ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുന്നത് അന്വേഷിക്കണം. കിട്ടത്തില്ല. ഒരു ബോഡിക്ക് 3 ലക്ഷം രൂപ കിട്ടും മരിച്ചാൽ. അത് പ്രായത്തിൻ്റെ ആരോരും ഇല്ലാതെ എത്താലും ഒരു ബോഡി വഴി കിടന്ന് കിട്ടിയാൽ പ്രായത്തിൻ്റെ അനുസരിച്ചാണ്. പ്രായത്തിന് എത്രയും വരും? അത് 60 വയസ്സിന് മേളിൽ റേറ്റ് കുറയും. 60 വയസ്സിന് മുമ്പാണെങ്കിൽ റേറ്റ് കൂടും. 25-30 വയസ്സുള്ളവരാണ് ഇനി നല്ല റേറ്റ് കൂടും. അപ്പൊ ഈ റോഡിൽ നിന്നൊക്കെ ഓരോരുത്തരെ പിടിച്ചോണ്ട് വന്ന് ഈ താമസിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഇങ്ങനെ ഒരു ലാഭം കൂടി അതിന്റെ പിന്നിലില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും പറയുന്നു ഇങ്ങനെ ഒരു ലാഭമുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോ ഏറ്റവും വലിയ സംശയം, നമ്മൾ ആരോടാണ് ഇതിന്റെ ഉത്തരം ചോദിക്കുന്നത്? 10 പേര് എത്താൻ 30 ലക്ഷം രൂപ കിട്ടും. അതോടൊപ്പം തന്നെ ഒരു റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനിടയ്ക്ക് മരണപ്പെടും. അപ്പോൾ ഈ പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളുടെ അവയവങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം 40, 30, 50 വയസ്സുള്ള പ്രായത്തിലുള്ള ഒരാൾ 2 വർഷത്തിൽ ഈ അനാഥാലയത്തിൽ ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് മരിക്കുന്നത്? അവർ റോഡിലാണ് അധിക വർഷം കൂടുതൽ ജീവിക്കുന്നു. പുണ്യപ്രവൃത്തിയാണെന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. ഇതിപ്പോൾ കച്ചവടം, ഇത് പുണ്യപ്രവൃത്തിയൊന്നും അല്ല, ഒരിക്കലും അല്ല. ദൈവത്തിനുള്ള കടപ്പാടും ഒന്നുമല്ല, മാനുഷിക പരിഗണനയൊന്നും അല്ല. ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ 30 വർഷമായി. 1 ഏക്കർ റബ്ബർ വെക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ 1 ഏക്കറിനകത്തോട്ട് ഒരു ഷെഡൊക്കെ അടിച്ചിട്ട് 10 പേരെ നോക്കിയാൽ മതിയല്ലോ, അല്ലേ? നല്ല വരുമാനം ഉണ്ടാകുന്നു. ഇതൊരു കച്ചവടം. ഈ ഓഫനേജ് കൺട്രോൾ ബോർഡും സാമൂഹിക വകുപ്പുകാരും തരുന്ന എന്തോ സംതിങ് ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. വേറെ ആളുടെ ലൈസൻസ്, പക്ഷേ നടത്തുന്നത് ഇദ്ദേഹമാണ്. അതെ എന്ന് പറയാം. അത് ഈ സാമൂഹ്യനീതി വകുപ്പിന് അറിയുകയും ചെയ്യാം. ഈ നടത്തുന്ന ആളിന് അതിന് വേണ്ടുന്ന സാമ്പത്തിക പിൻബലമോ ഒന്നുമില്ല, ഇവർ ഡമ്മിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവർ ഡമ്മി ആയിട്ട് പേര് വെച്ച് ചെയ്തു. അപ്പോൾ അത് നടത്താനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ അവൻ ഓക്കെ ആണെന്നുണ്ടെങ്കിലല്ലേ അവന് ഒരാളിനൊക്കെ ഇത് ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലും അറിയുന്നില്ലല്ലോ. കേരളത്തിൽ ഇപ്പോൾ 1800 സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 1800 സ്ഥാപനങ്ങൾ 150 സ്ഥാപനങ്ങൾ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അറിയുള്ളൂ. ബാക്കി 1600ഓളം സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവർക്ക് എങ്ങനെയാണ് ലൈസൻസ് കിട്ടിയത്? മാത്രമല്ല പലരും പണം തട്ടിപ്പിന് വേണ്ടി മാത്രം ഒരു സ്ഥാപനം 3-4 പേര് ആളുകളെ അവിടെ ആക്കുക. ഞാനിപ്പോൾ അവിടെ ആ സ്ഥാപനത്തിനെല്ലാം ചുറ്റി ഇങ്ങനെ പോയി നടന്ന് ഞാൻ നോക്കിയിട്ടാണ് വന്നത്. ഒരു ബോർഡ് പോലും ആ സ്ഥാപനത്തിൻ്റെ പേരിൽ വെച്ചിട്ടില്ല. അപ്പം എന്തോ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയിക്കണം, അതിനുവേണ്ടി പിരിവ് നടത്തണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, ഈ ചാരിറ്റി എന്ന് പറയുന്ന പരിപാടിയുടെ പുറകിലുള്ള ഏറ്റവും വലിയൊരു തട്ടിപ്പിൻ്റെ കഥയാണ് പറയുക. ഇത് സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. ഈ നാട്ടിൽ നടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് കെന്നഡി അച്ചായൻ പറഞ്ഞത്. പലർക്കും ഇത് ചിലർക്കറിയാം, ചിലർക്ക് അറിയത്തില്ല. എന്നാൽ ഈ ചാരിറ്റി അതുപോലെ തന്നെ നമുക്ക് ഈ വിശ്വാസം, ദൈവവിശ്വാസം പറയുന്നു, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തി പറയുന്നു. ഞാൻ 10 പേരെ അനാഥരെ നോക്കുന്നു, 10 പിള്ളേരെ നോക്കുന്നു, 50 പേരുള്ള ചാരിറ്റി പ്രസ്ഥാനമാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പൈസ കൊടുത്തു, ഇത്രയും പേര് പാവങ്ങളല്ലയോ, അവരെ നോക്കണ്ടേ, കഷ്ടമല്ലേ, ദോഷമല്ലേ, എന്തൊരു വലിയ മനുഷ്യനാണ് അല്ലയോ, ഭയങ്കര മഹാനാണ് അവർ, ദൈവം അനുഗ്രഹിക്കേണ്ടതെന്നൊക്കെ പറയും. പക്ഷെങ്കിൽ
ഇപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്നത് കെന്നഡി ചാക്കോയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, പത്തനംതിട്ടയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന കെന്നഡി ചാക്കോ അനാഥരായിട്ടുള്ളവരെയൊക്കെ എടുത്ത് സംരക്ഷിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു പ്രസ്ഥാന പത്രത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് നടത്തിയിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. കാരണം ഇന്ന് നിങ്ങൾ കണ്ടു കാണും, ഒരു പാസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാരിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ പേരിൽ നടത്തിയ ഒരു ക്രൂരകൃത്യം. അത് ഒരു പാസ്റ്റർ മാത്രമല്ല, ഈ ദൈവവചനം വെച്ചുകൊണ്ട്, ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ചാരിറ്റിയെ മറപിടിച്ചുകൊണ്ട്, ഈ പാവം പിടിച്ച മനുഷ്യരെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ മറപിടിച്ച് അവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് വലിയൊരു പണസമ്പാദനമാണ്. അതുവഴി ഇവർ വലിയ ഒരു ആർഭാട ജീവിതമാണ് നടക്കുന്നത്. അതിൻ്റെ ഞെട്ടിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഈ പറയുന്ന ചാരിറ്റി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഞെട്ടിക്കുന്ന വലിയൊരു മാഫിയ സംഘം തന്നെയാണ്. അത് നന്നായിട്ട് ഇദ്ദേഹത്തിന് അറിയാം. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ബാക്കി ഭാഗം നിങ്ങൾ കേട്ടുകൊള്ളുക. എന്താണ് ഈ ചാരിറ്റി എന്നും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചാരിറ്റി നടത്തുന്നതെന്നും ഈ ചാരിറ്റി നടത്തുന്നതിന് പിന്നിലുള്ള ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്താണെന്നും നിങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നമ്മൾ കണ്ടായിരുന്നു. ഈ പത്തനംതിട്ട ഒരു പാസ്റ്റർ നടത്തിയ ഒരു സംവിധാനമൊക്കെ. അല്ല, അതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ നടത്തുന്നതുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ട് എന്നാണ് പറയുന്നത്, ശരിയല്ലേ? തീർച്ചയായിട്ടും ഈ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് നടത്തുന്നത്. സർക്കാരിൻ്റെ ഗ്രാൻഡ് ഉണ്ടല്ലേ? എല്ലാവർക്കും സർക്കാരിൻ്റെ ഗ്രാൻഡ് ഇല്ല, പക്ഷേ ഗ്രാൻഡ് ഉള്ളവരും ഉണ്ട്. ആ ഗ്രാൻഡ് കിട്ടുന്നത് എങ്ങനെ? ലൈസൻസും ഉണ്ടെങ്കിൽ, സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് കിട്ടത്തില്ലേ? സ്വന്തം ഭൂമി ഉണ്ടായിരിക്കണം. സ്വന്തം കെട്ടിടത്തിലാണെങ്കിൽ ഗ്രാൻഡ് ലഭിക്കും. എത്ര രൂപയാണ് ഒരാൾക്ക് കിട്ടുന്നത്? ഒരാൾക്ക് 1600 ആയിരുന്നു. ഇപ്പോൾ അത് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന് നമ്മുടെ പെൻഷൻ കൂട്ടിയില്ല, അത് കഴിഞ്ഞപ്പോൾ അതും കൂട്ടിയിട്ടുള്ളതായിട്ടാണ് അറിവ്. അപ്പോൾ 1600 വെച്ചാണെങ്കിൽ ശരി, ഒരു 50 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു തുക കിട്ടും. ഇവർ ഈ പൈസ ഒരുമിച്ച് ഒരു വർഷം വാങ്ങിക്കുന്നല്ലേ? ഒരു വർഷം ഒരുമിച്ച് നല്ല തുക കിട്ടും. അപ്പോൾ ഈ പറയുന്ന ഈ 1600 കിട്ടുമ്പോൾ റേഷന് മറ്റവർക്കില്ലേ? റേഷൻ ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാർ കാലത്ത് സബ്സിഡി നിരക്കിലാണ് റേഷൻ കിട്ടും. റേഷൻ കൊടുക്കും. പിന്നെ നാട്ടുകാരുടെ ചാരിറ്റി പൈസയും വാങ്ങിക്കും ഇവരെ നോക്കാൻ വേണ്ടി, അത് കിട്ടും. അത് തന്നെയുമല്ല, കൂടുതൽ ഓൾഡ് ഏജ് ഹോമുകളാണ് ഇവരൊക്കെ നടത്തുന്നത്. ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ മാതാപിതാക്കളെ നോക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരുന്നു മക്കളിൽ നിന്ന് ഇവർ മാസാമാസം പ്രതിമാസം പണം കൈപ്പറ്റുന്നുണ്ട്. മക്കൾ ആരും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ സ്വത്തുവകകളുണ്ടെങ്കിൽ ഇവരുടെ സ്വന്തം എഴുതി വാങ്ങിക്കും. അത് അവർ ഒന്നുകിൽ എഴുതി വാങ്ങിച്ച് അവർ മരണശേഷമായിരിക്കും അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാക്കുന്നത്, പിന്നീടാകും. അപ്പോൾ അങ്ങനത്തെ കേസ് ഞാൻ നേരത്തെ ഈ പുത്തമ്പടിയിൽ ഞാൻ പോയി അറ്റൻഡ് ചെയ്ത കേസ്, ഞാൻ അറിഞ്ഞ് പോയ വിഷയമാണ്. കാരണം അവർ വയ്യാതെ കിടന്നു, അവർ നോക്കാൻ അറിയില്ല, മക്കളറിയില്ല, ഇവർ എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഇവർ പിന്നീട് അവരുടെ കൈപ്പട കൊണ്ട് ഒരു മുദ്രപത്രത്തിൽ എഴുതി വാങ്ങിച്ചു, ഈ സ്ഥലമെല്ലാം ഇവർക്കാണെന്നുള്ളത്. മരിച്ചു കഴിഞ്ഞ് കുറച്ച് ഇവർ എഴുതിയെടുക്കുക. ഇങ്ങനെ ധാരാളം സംഭവം ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലേ, ഈ ഇത്തരം പ്രസ്ഥാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവർക്ക് ഈ പുറത്തുനിന്നുള്ള സഹായം എന്ന് പറയുമ്പോൾ ഞാൻ അറിഞ്ഞത്, ഒരാളിപ്പോൾ ഒരു 1 ലക്ഷം രൂപ കൊടുത്താൽ ഇവർക്ക് ടാക്സ് എക്സംഷൻ ഉണ്ടല്ലേ? 1 ലക്ഷം രൂപയ്ക്ക് ടാക്സ് എക്സംഷൻ കൊടുക്കും. കൂടാതെ തന്നെ ഇവർക്ക് സബ്സിഡി ഉള്ളൂ. അടുത്ത തവണ ടാക്സ് അടയ്ക്കുമ്പോൾ പൈസ കുറച്ചു ഇല്ല, അങ്ങനെയില്ല. പിന്നെ ബിസിനസ്സുകാരാണെങ്കിൽ എന്ന് വെച്ചാൽ ടാക്സ് കൊടുക്കുന്നവരാണെങ്കിൽ, ടാക്സ് നമ്മുടെ കച്ചവടം നടത്തുന്നുണ്ട്, സ്വർണ്ണ കച്ചവടം, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് 80% ഇവർ അടയ്ക്കേണ്ട ടാക്സിൽ 80% ഇളവ് കിട്ടും. ഇത് കൂടാതെ തന്നെ അവർക്ക് GST അടയ്ക്കുന്നവരവർ, അങ്ങനെയുള്ളവർക്ക് 80% ഇളവ് കൊടുക്കും. സാധാരണ ആളുകൾക്ക് 50% ഇളവ് കിട്ടും. ഈ ടാക്സ് വീണ്ടും അടയ്ക്കാൻ ഈ 1 ലക്ഷം രൂപ കൊടുത്താൽ പോലും അങ്ങനെയും കിട്ടുന്നുണ്ട്. ഇത് കച്ചവടമുണ്ടോ? ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തോ ഈ കച്ചവടം ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഞാൻ ഇപ്പോൾ ഈ 3 വർഷക്കാലമായിട്ട് നമ്മളോട് ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ കീഴിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലാണ് ഓർഫനേജ് കൺട്രോൾ ബോർഡ്. അപ്പോൾ ഈ സാമൂഹ്യനീതി വകുപ്പിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതിൻ്റെ സ്ഥിതിക്ക് അവർ ചില കാര്യങ്ങൾ വ്യക്തമാക്കുക, ഇതിനെപ്പറ്റി പഠിക്കുക എന്ന് വിചാരിച്ച് 3 വർഷക്കാലമായിട്ട് വിവരാവകാശ അപേക്ഷയിലൂടെ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാൻ കഴിയും. അപ്പോൾ ഈ 10 വർഷമായിട്ട് ഇതിൽ 5 വർഷമായിട്ട് ഈ വകുപ്പ് ഒരു മാറിപ്പോയി കിടക്കുക. അപ്പോൾ സിസ്റ്റമേ മാറിയ രീതിയിലാണ്, കയ്യൂക്കൊള്ളം കാര്യക്കാരെന്ന രീതിയിലാണ് ഈ സാമൂഹ്യനീതി വകുപ്പ് നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ആര് ഒരു സ്ഥാപനത്തിൽ ഏറ്റെടുത്താലും
ആ സ്ഥാപനം എവിടെയാണ് അതാത് പോലീസ് സ്റ്റേഷൻ ഇത് വിവരം അറിഞ്ഞിരിക്കണം, ഇയാളെ ഏറ്റെടുത്തിട്ടുണ്ട്. അതായിരുന്നു നേരത്തെ ഉള്ള സിസ്റ്റം. എന്നാൽ ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാത് ജില്ലാ ഓഫീസിൽ ഇയാളിനെ ഏറ്റെടുത്തെന്നും അല്ലെങ്കിൽ അവർ മരണപ്പെട്ടാൽ ആ വിവരവും അല്ല ആളിനെ തിരിച്ചാരെങ്കിലും ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടോ ഈ വിവരം കൃത്യമായിട്ട് സാമൂഹ്യനീതി വകുപ്പിൽ അറിയിക്കും. അങ്ങനെ ഞാൻ ഓരോ സാമൂഹ്യനീതി വകുപ്പിൽ ഞാൻ വിവരാവകാശം വെച്ച് അന്വേഷിച്ചപ്പോൾ ഈ മരിച്ചവരുടെ എങ്ങും ആരുടെ ഒരു ലിസ്റ്റും എങ്ങുമില്ല. പോലീസിൽ ചോദിച്ചാൽ പോലീസിലും വിവരമില്ല, ജില്ലാ ഓഫീസിലില്ല, ജില്ലാ ഓഫീസിലും രേഖകളില്ല. അങ്ങനെ ആയപ്പോൾ എനിക്ക് സംശയം വന്നു, അങ്ങനെയാണെങ്കിൽ ഈ മരിക്കുന്നവരൊക്കെ എവിടെ പോവാണ്? അപ്പം ഞാൻ കുറേ ആശുപത്രികളുടെ കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് ഡെഡ് ബോഡികൾ ആവശ്യമുണ്ടല്ലോ പഠനത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി. അപ്പോൾ 12 മുതൽ 15 വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ഡെഡ് ബോഡി അത്യാവശ്യമാണ്. ആഭരണം എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അതിനു പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ആത്മാർത്ഥതയുടെ കയ്യൊപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവനയിൽ വിടർന്ന് പൂവായും പുള്ളിമാനായും മയിലായും രൂപപ്പെടുന്ന വരകൾ ആലയിലെ ഊതിക്കാച്ചിയ പൊന്നിൽ സൂര്യകിരണങ്ങൾ പോലെ മിനുക്കിയെടുക്കുന്ന ഒരു പറ്റം വിദഗ്ധ പണിക്കാരുണ്ട്. ഇതിനെല്ലാം ഉപരി പരിശുദ്ധമായ സ്വർണം കൃത്യമായ കാരറ്റ് അളവിൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന സാങ്കേതിക ഗവേഷകരുമുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ലൈസൻസ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ നമുക്ക് അടുത്തുള്ളതൊക്കെ മെഡിക്കൽ കോളേജ് വെച്ച് ചുമ്മാ അതൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ 400-500 കുട്ടികൾ പഠിക്കുന്ന മെഡിക്കൽ കോളേജുണ്ട്. അവിടെ ഏകദേശം 125-130 മെഡിക്കൽ ഡെഡ് ബോഡികൾ ഒരു വർഷത്തേക്ക് അവർക്ക് വേണം. 130 ഡെഡ് ബോഡി ഒരു വർഷത്തേക്ക് ഒരു മെഡിക്കൽ കോളേജ് വേണം. ഒരു മെഡിക്കൽ കോളേജ് പഠിക്കാൻ വേണ്ടി. കാരണം ഇത് 5 വർഷ കോഴ്സാണ്. 5 വർഷമാകുമ്പോൾ ഓരോ വർഷവും പുതിയ വിദ്യാർത്ഥികളെ ചേർക്കും. പിന്നെ അപ്പോൾ 4 വർഷം ഒരു വർഷം കഴിഞ്ഞ് 4 വർഷം വിദ്യാർത്ഥികളോട് ഉണ്ട്. ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഈ മൃതദേഹങ്ങൾ സ്വകാര്യ മെഡിക്കൽ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് അന്വേഷിച്ചു. ഞാനും നമ്മുടെ അന്തേവാസികൾ മരിക്കുന്ന സമയത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്ക് 2 ഡെഡ് ബോഡി കൊടുത്തിട്ടുണ്ട്. ഇത് സർക്കാർ വഴിയാണ് കൊടുക്കുന്നത്. പോലീസിൽ വിവരം അറിയിക്കും, നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അറിയിക്കും, DMO അറിയിക്കും. അവരാണ് ആ സജ്ജീകരണങ്ങളെല്ലാം ചെയ്ത് ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ നടക്കും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന അവരായിരിക്കുമല്ലോ കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ സർക്കാരിലൊരു ഒരാശം വെച്ചു. ഈ 10 വർഷക്കാലമായിട്ട് എത്ര ഡെഡ് ബോഡികൾ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് കൈമാറി. അപ്പോൾ എനിക്ക് 3-4 മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന കണക്ക് എനിക്ക് നോക്കുമ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. 108 മൃതദേഹങ്ങൾ മാത്രമേ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്തിട്ടുള്ളൂ. 108 കൊടുത്തിട്ട് 10 വർഷമായിട്ട്. 10 വർഷം. ബാക്കിയപ്പോൾ എവിടെ നിന്ന് കിട്ടിയിരുന്നു? നമ്മൾക്ക് അന്വേഷിക്കാൻ സ്ഥലമില്ല. നമ്മുടെ ആരോഗ്യവകുപ്പ് ഞങ്ങൾക്കുള്ള കണക്കേ ഞങ്ങൾക്ക് തരാൻ പറ്റും, അവരുടെ കണക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാവുന്നിടത്ത് നമ്മുടെ ഇപ്പോൾ പുനലൂർ സോമരാജൻ സാർ നടത്തുന്ന ഗാന്ധി ഭവനിൽ അവിടെ 10 വർഷമായിട്ട് എത്ര പേര് മരണപ്പെട്ടു എന്ന് ഞാൻ പഞ്ചായത്തിനോട് ചോദിച്ചു. അപ്പോൾ 1349 പേര് 1394 പേര് മരണപ്പെട്ടതായിട്ട് രേഖ കിട്ടി. അപ്പോൾ ആ മൃതദേഹങ്ങൾ ബന്ധുക്കളുള്ളതും കാണും, ഇല്ലാത്തതും കാണും. അത് ആതുരാലയമാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അതിനടുത്തുള്ള പൊതുശ്മശാനം എന്ന് പറഞ്ഞാൽ പുനലൂർ പൊതുശ്മശാനം, അവിടെ വിവരാവകാശം വെച്ചപ്പോൾ 107 മൃതദേഹങ്ങൾ മാത്രമേ 10 വർഷത്തിനുള്ളിൽ അവിടെ അടക്കം ചെയ്തിട്ടുള്ളൂ. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് സാമൂഹ്യനീതി ഓഫീസിൽ വരാൻ ശ്രമിച്ചപ്പോൾ അവിടെ അതിൻ്റെ രേഖകളില്ല. അപ്പോൾ എനിക്ക് സംശയമായി. അപ്പോൾ ഈ ഡെഡ് ബോഡികൾ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുന്നത് അന്വേഷിക്കണം. ഈ മൃതദേഹങ്ങളെല്ലാം ഈ അനാഥാലയങ്ങളിൽ നിന്ന് ആരുമില്ലാത്തവരാണെങ്കിൽ ആ മൃതദേഹങ്ങൾ കൃത്യമായിട്ട് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ. ഒരു ഡെഡ് ബോഡി കൊടുത്ത് എത്ര രൂപ കിട്ടും? എന്നോട് 2019 കാലത്ത് ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചതാണ്, 3 ലക്ഷം രൂപ വരെയൊക്കെ കിട്ടുമെന്ന്. അച്ഛൻ എന്തിനാ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിന് കൊടുത്തേന്ന്. 3 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നില്ല. ഒരു ബോഡിക്ക് 3 ലക്ഷം രൂപ കിട്ടും മരിച്ചാൽ. അത് വഴി കിടന്ന് എത്താനും പ്രായത്തിന്റെ ആരോരും ഇല്ലാതെ എത്താനും ഒരു ബോഡി വഴി കിടന്ന് കിട്ടിയാൽ പ്രായത്തിന്റെ അനുസരിച്ചാണ്. പ്രായത്തിന് എത്രയും വരും?
അത് 60 വയസ്സിന് മേളിൽ റേറ്റ് കുറയും. 60 വയസ്സിന് മുമ്പാണെങ്കിൽ റേറ്റ് കൂടും. 25-30 വയസ്സുള്ളവരാണ് ഇനിയും നല്ല റേറ്റ് കൂടും. അപ്പൊ ഈ റോഡിൽ നിന്നൊക്കെ ഓരോരുത്തരെ പിടിച്ചോണ്ട് വന്ന് ഈ താമസിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഇങ്ങനെ ഒരു ലാഭം കൂടി അതിന്റെ പിന്നിലില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും പറയുന്നു ഇങ്ങനെ ഒരു ലാഭമുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോ ഏറ്റവും വലിയ സംശയം, നമ്മൾ ആരോടാണ് ഇതിന്റെ ഉത്തരം ചോദിക്കുന്നത്? 10 പേര് എത്താൻ 30 ലക്ഷം രൂപ കിട്ടും. അതോടൊപ്പം തന്നെ ഒരു റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനിടയ്ക്ക് മരണപ്പെടും. അപ്പോൾ ഈ പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളുടെ അവയവങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം 40, 30, 50 വയസ്സുള്ള പ്രായത്തിലുള്ള ഒരാൾ 2 വർഷത്തിൽ ഈ അനാഥാലയത്തിൽ ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് മരിക്കുന്നത്? അവർ റോഡിലാണ് അധിക വർഷം കൂടുതൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് പോയ ഒരു സമയത്ത് എറണാകുളത്തൊരു സ്ഥാപനത്തിൽ 800 മൃതദേഹങ്ങൾ കത്തിച്ചിട്ടുണ്ട്. ദഹിപ്പിക്കാൻ, അനാഥ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ ആർക്കും അനുവാദമില്ല. പിന്നെ പോലീസിൻ്റെയോ കളക്ടറുടെയോ കോടതിയുടെയോ ഉത്തരവിൻ പ്രകാരം അവർക്ക് ദഹിപ്പിക്കാം. 800 പേരെ അവർ ദഹിപ്പിച്ചിട്ടുണ്ട്. എത്ര ആണത്? ഒരു 10 വർഷത്തിനുള്ളിൽ 10 വർഷം കൊണ്ട് 800 പേര് ദഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ആരാണ് ഇവർക്ക് പെർമിഷൻ കൊടുത്ത് ദഹിപ്പിക്കുന്നതെന്ന് അതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ആളുടെ ഡെഡ് ബോഡി തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണം. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ എരിച്ചു എങ്കിൽ അതിൽ തീർച്ചയായിട്ടും എന്തോ കള്ളക്കളി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ വഴി കിടന്ന് ഒരാളിനെ കിട്ടുക, അനാഥനായി നടക്കുന്ന ഒരാളിനെ പിടിച്ചുകൊണ്ട് വന്ന് താമസിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഇച്ചിരി നേട്ടമുണ്ടല്ലേ? അതിനാണല്ലോ ഇപ്പോൾ ഞാനും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് എനിക്കിപ്പോൾ ഏകദേശം 30 ലക്ഷം രൂപ കടമുണ്ട്. വെച്ചാൽ വിറ്റില്ലായിരുന്നു? ഇല്ല, നമ്മൾ കൊടുക്കുന്നത്, ഞാൻ 2 ഡെഡ് ബോഡി കൊടുത്തത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് കൊടുത്തത്. അപ്പോൾ ഈ 30 ലക്ഷം രൂപ കടം വന്നത് ഞാൻ ഇവർക്ക് വേണ്ട മെഡിസിനും ഡെഡ് ബോഡി അടക്കാൻ ചെയ്യുന്നതിനും ഇവരെ നോക്കുന്നതിനും ഭക്ഷണത്തിനും ഇതിനൊക്കെയാണ് ഈ കടം വാങ്ങിച്ച് ചിലവാക്കിയതൊക്കെ. പക്ഷേ എന്നെപ്പോലെ വേറൊരു സ്ഥാപനം നടത്തുന്ന അവർക്ക് 3 കോടി രൂപയുടെ വരുമാനം, സ്വത്തുണ്ട്, ആസ്തിയുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനത്തെ കാര്യങ്ങളോട് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് സിസ്റ്റം തെറ്റിച്ചത് സർക്കാരിൻ്റെ സിസ്റ്റമാണ്. പിന്നെ ഒരു വിഭാഗമുണ്ട്, ചില മക്കൾ നോക്കാതെ ധാരാളം ആൾക്കാർ അങ്ങനെ വരുന്നില്ലേ? ഉണ്ട്. അപ്പോൾ അവരുടെ സ്വത്ത് ഇവർ എഴുതിയെടുക്കും. ഇപ്പൊ നമ്മുടെ പുണ്യപ്രവൃത്തിയാന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. ഇതിപ്പോ കച്ചവടം, ഇത് പുണ്യപ്രവൃത്തിയൊന്നും അല്ല, ഒരിക്കലും അല്ല. ദൈവത്തിനുള്ള കടപ്പാടും ഒന്നുമല്ല, മാനുഷിക പരിഗണനയൊന്നും അല്ല. ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ 30 വർഷമായി 1 ഏക്കർ റബ്ബറൊക്കെ ഞങ്ങൾ ഭേദമാണല്ലോ. 1 ഏക്കറിനകത്തോട്ട് ഒരു ഷെഡൊക്കെ അടിച്ചിട്ട് 10 പേരെ നോക്കിയാൽ മതിയല്ലോ അല്ലേ? നല്ല വരുമാനം ഉണ്ടാകുന്നത്. ഇതൊരു കച്ചവടമാണ്. ഇപ്പൊ പള്ളിയിൽ പുരോഹിതന്മാർ വരെയും ചെയ്യുന്ന കച്ചവടമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ സഭയിൽ പെടുന്നവർക്ക് ഇവർക്ക് ചെലവിനും കാശ് വേണം. ഭക്ഷണത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അവരറിയാവുന്ന പള്ളികളിൽ അനൗൺസ് ചെയ്യാൻ അവർ പെട്ടെന്ന് അനൗൺസ് ചെയ്യുക, കുർബാനയ്ക്ക് ശേഷം നമ്മുടെ സ്ഥാപനമാണ്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ നടത്തുന്ന സ്ഥാപനമാണ്, അവിടെ എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് സഹായിക്കും, പൈസ കൊടുക്കും, സഹായിക്കും. ഇതേ ആ സ്ഥാപനം പുറത്ത് പിരിവ് നടത്തുന്നുണ്ട്. അതേപോലെ അവിടെ നോക്കുന്ന ആളുകളിൽ കൂടുതൽ പേരിൽ നിന്ന് മാസാമാസം പ്രതിഫലം അവർ വാങ്ങിക്കുന്നുണ്ട്. ഇതൊന്നും ഈ നമ്മൾ പൊതുജനങ്ങൾ അറിയുന്നില്ല. അവൻ ഈ ചില വീട്ടിലെ കാർഡുമായിട്ടൊക്കെ വരുമല്ലോ, പിന്നെ ടാർജറ്റ് വെച്ചിട്ട് പിരിവുണ്ട് അല്ലേ? പൈസ ശമ്പളത്തിൽ നിർത്തി പിരിപ്പിക്കുക. ഏജന്റുമാരാണ്. അവർക്ക് 30% കമ്മീഷൻ. 1000 രൂപ കിട്ടിയാൽ ആ പിരിവുകാർക്ക് 3% കമ്മീഷൻ എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അങ്ങനെ വിട്ടിട്ടുണ്ട്. മിക്ക ചാറ്റ് സംഘടന വിടുക, ഏരിയ മാറ്റി വിടുക, ഒരു ഏരിയ അടുത്ത വേറെ ഏരിയയിലേക്ക് വിട്ടേക്കോ. അതെ, അതിലൊരു വലിയൊരു രസമുണ്ട്. തൊട്ട് കഴിഞ്ഞ വർഷം എൻ്റെ ഓഫീസിൽ ഒരാൾ ആലപ്പുഴയിൽ നിന്നൊരു സ്ത്രീ വന്നു. പിരിവിനാണ് വന്നത്. ഞാൻ ആ ബ്രൗഷർ വാങ്ങി നോക്കിയപ്പോൾ അതിനകത്ത് ഓഫ്ലൈൻ കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരം ഇല്ലാത്ത സ്ഥാപനമാണ്. ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഓണറിനെ വിളിച്ചു. അത് സാറേ എത്ര വർഷമായി തുടങ്ങിയത്? 3 വർഷമായി തുടങ്ങിയിട്ട്. എത്ര പേരുണ്ട്? 55 പേര് അവിടെ പാർക്കുന്നുണ്ട്. അത് നിങ്ങളെന്താ എടുക്കാൻ, ഇത് ഇങ്ങനെ പോയാൽ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, സാറേ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, അതുണ്ടെങ്കിലേ ലൈസൻസ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ ഇതൊരു പരാതിയായിട്ട് ഇപ്പം ആലപ്പുഴ സാമൂഹ്യനീതി ഓഫീസർക്കും ഓഫനേജ് കൺട്രോൾ ബോർഡിനും അയച്ചു. ഉടൻ തന്നെ അവർ ലൈസൻസിനുള്ള അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. അവർ അപേക്ഷ വെച്ചു. ഇനി ഇത് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് രസം എന്താണെന്ന് ചോദിച്ചാൽ 3 വർഷത്തിന് മുമ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കെട്ടിടത്തിനാണ് ഇപ്പോൾ ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം മനുഷ്യരുടെ ജീവന് യാതൊരു വിലയില്ല. അവരെന്തോ ഈ ഓഫനേജ് കൺട്രോൾ ബോർഡും സാമൂഹ്യനീതി വകുപ്പുകാരും തന്ന് എന്തോ സംതിങ് ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ചെന്നൈക്കര പഞ്ചായത്ത് സെക്രട്ടറി കണ്ടിട്ടാണ് വരുന്നത്. അവിടെയാണ് ഇപ്പോൾ സാറ് പറഞ്ഞ വിഷയം നടന്നിരിക്കുന്നത്. ഞാൻ അവിടെ അവകാശം വെച്ചതിനകത്ത് അവരുടെ പഞ്ചായത്തിൽ ഒരൊറ്റ സ്ഥാപനമേ ഉള്ളൂ, ചിൽഡ്രൻസ് ഹോം ആണെന്ന് തോന്നുന്നു.
തന്നെയല്ല ഇപ്പോൾ ഈ പറയുന്ന ഈ പാസ്റ്ററിന് ബിനു എന്ന് പറയുന്ന ആ പാസ്റ്ററിന് പേര് ലൈസൻസ് ഇല്ല, വേറെ ആരുടെ പേരില്ല ലൈസൻസ്. അതെ അതെ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. വേറെ ആരുടെ പേര് ലൈസൻസ്, പക്ഷേ ഈ നടത്തുന്ന ഇദ്ദേഹമാണ്. അതെ അതെ എന്ന് പറയാം. അത് ഈ സാമൂഹ്യനീതി വകുപ്പിന് അറിയുകയും ചെയ്യാം. ഈ നടത്തുന്ന ആളിന് അതിന് വേണ്ടുന്ന സാമ്പത്തിക പിൻബലമോ ഒന്നുമില്ല, ഇവർ ഡമ്മിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവർ ഡമ്മി ആയിട്ടൊരുത്തിന്റെ പേര് വെച്ച് ചെയ്തു. അപ്പോൾ അത് നടത്താനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെ മറ്റ് കാര്യങ്ങളൊക്കെ അവൻ ഓക്കെ ആണെന്നുണ്ടെങ്കിലല്ലേ അവന് ഒരാളിനേക്ക് ഇത് ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ. അത് തന്നെയുമല്ല സാർ, ആ കെട്ടിടത്തിന് പെർമിറ്റ് ഉണ്ടോ, അത് പഞ്ചായത്ത് അറിഞ്ഞിട്ടാണോ ഇതിന് ലൈസൻസ്, അതുപോലും അറിയുന്നില്ലല്ലോ. കേരളത്തിൽ ഇപ്പോൾ 1800 സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 1800 സ്ഥാപനങ്ങൾ 150 സ്ഥാപനങ്ങൾ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അറിയുള്ളൂ. ബാക്കി 1600ഓളം സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇവർക്ക് എങ്ങനെയാണ് ലൈസൻസ് കിട്ടിയത്? അതാണ് എൻ്റെ ചോദ്യം. ആരോഗ്യവകുപ്പിന് അറിയില്ല, പഞ്ചായത്തിനറിയില്ല. പക്ഷേ ഇവർ പോയി എങ്ങനെയും ഓരോ മാസവും ഓരോ സ്ഥാപനത്തിൽ പോയി പരിശോധിക്കുന്നതിന് വേണ്ടി ഓർഫനേജ് കൺട്രോൾ ബോർഡിന് മൂന്ന് പ്രതിനിധികളെ ഓരോ ജില്ലാ ഓഫീസിലും ഉണ്ട്. പക്ഷെ ഇവര് പരിശോധിക്കുന്നില്ല. പിന്നെ അതുകൂടാതെ സർക്കാരിന്റെ ഒരു ബോഡി ഇല്ലേ, ഓർഫനേജ് കൺട്രോൾ ബോർഡ്, ഒരു സമിതികളില്ലേ, അവര് പോയി പരിശോധിക്കണ്ടേ? അതാണ് ഏറ്റവും വലിയ രസം. ആ ബോർഡ് തെരഞ്ഞെടുത്ത് 2025 സെപ്റ്റംബർ മാസം, ഈ വർഷം കഴിഞ്ഞ വർഷം ഇലക്ഷനായിരുന്നു. 4 വർഷം കൂടുമ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്നു. ഈ ഇലക്ഷൻ എൻ്റെ പേര് ഇതിനകത്ത് കണ്ടില്ല. കാരണം എൻ്റെ കേസ് കോടതി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ പേര് അതിനകത്ത് നീക്കം ചെയ്യാൻ സാധ്യതയില്ല. എൻ്റെ പേരില്ലാഞ്ഞത് കൊണ്ട് ഞാൻ വിവരാവകാശം വെച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തു. അതുപോലെ വോട്ട് ചെയ്തവരുടെ ലിസ്റ്റ് എടുത്തു. പക്ഷേ എടുത്ത് നോക്കിയപ്പോൾ സ്ഥാപനങ്ങളില്ലാത്തവരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഗാന്ധിഭവൻ തന്നെ, ഓമല്ലൂർ ഗാന്ധിഭവൻ, സെൻറ്റ് മേരീസ് ഗാന്ധിഭവൻ, റാന്നി ഗുരു ഗാന്ധിഭവൻ റാന്നി. അപ്പോൾ ബ്രാഞ്ചസ് ആണോ ഇത്? ബ്രാഞ്ചസാണ്. അപ്പോൾ അവർക്ക് ഈ സ്ഥാപനം നടത്തിപ്പുകാർക്കാണ് വോട്ടുള്ളത്. അല്ല, ഈ പത്തനാപുരം ഗാന്ധി ഭവന്റെ ആണോ ഈ ഇങ്ങനെ ഓരോ സ്ഥലത്തും ബ്രാഞ്ച് ആരംഭിക്കും? ഓരോ ബ്രാഞ്ച് ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ അവർ ബ്രാഞ്ച് ഇല്ല, സ്ഥാപനങ്ങളില്ല. അവരുടെ പേരിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഓഹോ, ഈ കള്ളവോട്ടാണ്. അപ്പോൾ ജനാധിപത്യപരമായിട്ട് നടക്കേണ്ട വോട്ട് കള്ളവോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഞാൻ പരാതി കൊടുക്കുന്നു. തെളിവ് സഹിതം കൊടുത്തിട്ടും പുതിയ ബോർഡ് അവർ രൂപീകരിച്ചിരിക്കുന്നു. ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. നമ്മുടെ സ്വന്തം വീട്ടിൽ നിർത്തുകൊണ്ടൊന്നും നോക്കുന്നതല്ല. പിന്നെന്തിനാണ് സർക്കാരിൽ നിന്ന് അവർക്ക് ഫണ്ട് കൊടുക്കുന്നത്? അങ്ങനെ ഫണ്ട് സർക്കാർ കൊടുക്കുകയാണെങ്കിൽ 1800 സ്ഥാപനങ്ങളുണ്ടോ, 1800 സ്ഥാപനങ്ങൾക്കും സർക്കാരിൽ നിന്ന് ഒരാൾക്ക് ഇത്ര രൂപ വീതം ഫണ്ട് കൊടുക്കണം. ഈ ഇവൻ്റെ ഈ പാസ്റ്ററിൻ്റെ വിഷയത്തിൻ്റെ അകത്ത് ഇവന് ഇതേ പരിപാടി എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത്. അതെ അതെ, അദ്ദേഹം കൊണ്ട് ഇത് ഒരാൾ മാത്രമല്ല, പലരും പണം തട്ടിപ്പിന് വേണ്ടി മാത്രം ഒരു സ്ഥാപനം 3-4 പേര് ആളുകളെ അവിടെ ആക്കുക. ഞാനിപ്പോൾ അവിടെ ആ സ്ഥാപനത്തിനെല്ലാം ചുറ്റി ഇങ്ങനെ പോയി നടന്ന് ഞാൻ നോക്കിയിട്ടാണ് വന്നത്. ഒരു ബോർഡ് പോലും ആ സ്ഥാപനത്തിൻ്റെ പേരിൽ വെച്ചിട്ടില്ല. അപ്പം എന്തോ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയിക്കണം, അതിനുവേണ്ടി പിരിവ് നടത്തണം. ഇത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ഥാപന പേര് രജിസ്റ്റർ ചെയ്യുക, അതിൻ്റെ പേര് പിരിവ് നടത്തുക. അതെ അതെ, ഈ ഇതേ സ്ഥാപനത്തിൽ 3-4 വർഷം മുമ്പ് തന്നെ ഇതേ പരാതി ഉണ്ടായിരുന്നു. ഒരു പയ്യനെ അവളെ കൂട്ടിക്കൊണ്ട് വന്ന് വാഴ നടാൻ കൂട്ടിക്കൊണ്ട് കൈയെല്ലാം പൊട്ടിയ ഒരാളുമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞതാണ്. അപ്പോഴും നമ്മൾ വിട്ടു. ഞാനപ്പം ചോദിച്ചതാ, ഇതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ ഇങ്ങനെ ചെറുപ്പക്കാരെ കൊണ്ട് നിർത്താൻ പാടില്ല, അതിനും സിസ്റ്റം ശരിയല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ 8 സ്ത്രീകൾ, അവരെല്ലാം 50 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. ഈ 50 വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകളെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി നമ്മുടെ പത്തനംതിട്ട ജില്ലാ ഓഫീസർ ഒരു അടൂർ ഒരു തേപ്പുപാറയിൽ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി നിർത്തി. ഞാനതിൽ നിരന്തരം പരാതി കൊടുക്കുകയാണ്, പക്ഷെ അത് അവർ കൈക്കൊള്ളുന്നില്ല. കാരണം 60 വയസ്സിന് മേളിലുള്ളവരെ പാർപ്പിക്കേണ്ടിയെടുത്ത് മെൻ്റൽ പ്രോബ്ലം ഉള്ള 60-ന് താഴെ പ്രായമുള്ള സ്ത്രീകളും കൊണ്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അതിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, ഈ ചാരിറ്റി എന്ന് പറയുന്ന പരിപാടിയുടെ പുറകിലുള്ള ഏറ്റവും വലിയൊരു തട്ടിപ്പിൻ്റെ കഥയാണ് പറയുക. ഇത് സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. ഈ നാട്ടിൽ നടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് കെന്നഡിച്ചാനും പറഞ്ഞത്. പലർക്കും ഇത് ചിലർക്കറിയാം, ചിലർക്ക് അറിയത്തില്ല. എന്നാൽ ഈ ചാരിറ്റി അതുപോലെ തന്നെ നമുക്ക് ഈ വിശ്വാസം, ദൈവവിശ്വാസം പറയുന്നു, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തി പറയുന്നു. ഞാൻ 10 പേരെ അനാഥരെ നോക്കുന്നു, 10 പിള്ളേരെ നോക്കുന്നു, 50 പേരുള്ള ചാരിറ്റി പ്രസ്ഥാനമാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പൈസ കൊടുത്തു, ഇത്രയും പേര് പാവങ്ങളല്ലയോ, അവരെ നോക്കണ്ടേ, കഷ്ടമല്ലേ, ദോഷമല്ലേ, എന്തൊരു വലിയ മനുഷ്യനാണ് അല്ലയോ, ഭയങ്കര മഹാനാണ്, അവർ ദൈവം അനുഗ്രഹിക്കേണ്ടതെന്ന് പറയും. പക്ഷെങ്കിൽ ഇപ്പം കെന്നഡിച്ചാൻ പറഞ്ഞ യാഥാർത്ഥ്യം കേട്ടില്ലേ, ഈ ജീവിച്ചിരുന്ന് കിട്ടിയാൽ ലാഭമാണ്. കാരണം മരിച്ചു കഴിയുമ്പോൾ
വിറ്റാൽ കിട്ടും 3 ലക്ഷം രൂപ. പിന്നെ സർക്കാർ ഗ്രാനുണ്ട്, നാട്ടുകാരൊരു ഗ്രാനുണ്ട്. അപ്പോൾ ഇനി വന്നേച്ചാൽ മതി, ഇവിടെ എല്ലാം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ കണിഞ്ഞാട് സർക്കാർ ഇനിയെങ്കിലും ശ്രമിക്കണം. നേരെ ചൊവ്വേ മര്യാദയ്ക്ക് നടത്തുന്ന ധാരാളം സ്ഥാപനമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ധാരാളം സ്ഥാപനമുണ്ട്. ഈ പാവം പിടിച്ച മനുഷ്യരെയും വൃദ്ധരായവരെയും നോക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ അതിന് കുടപിടിച്ചാണ് ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിരിക്കുന്നത്. ആഭരണം എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അതിന് പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ആത്മാർത്ഥതയുടെ കയ്യൊപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവനയിൽ വിടർന്ന് പൂവായും പുള്ളിമാനായും മയിലായും രൂപപ്പെടുന്ന വരകൾ ആലയിലെ ഊതിക്കാച്ചിയ പൊന്നിൽ സൂര്യകിരണങ്ങൾ പോലെ മിനുക്കിയെടുക്കുന്ന ഒരു പറ്റം വിദഗ്ധ പണിക്കാരുണ്ട്. ഇതിനെല്ലാം ഉപരി പരിശുദ്ധമായ സ്വർണം കൃത്യമായ കാരറ്റ് അളവിൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന സാങ്കേതിക ഗവേഷകരുമുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.